ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം എന്ന് പറയുന്നത് ദാസേട്ടൻ്റെ ശബ്ദമാണ്. അപ്പോൾ അത് ഞാനൊരു ദിവസം ഒരു 10 പാട്ടെങ്കിലും അങ്ങനെ കേൾക്കാതിരിക്കത്തില്ല. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ. അതെ, നിങ്ങൾ ആ ക്യാഷ് മാർക്കും ഇട്ടുകൊടുത്താൽ മതി. നിങ്ങൾ എടുക്കണ്ട. ഞാൻ തരുത്. നിങ്ങൾ ഒട്ടും അപ്ഡേറ്റ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ആ സെറ്റ് ഭയങ്കര പോസിറ്റീവാണ്. എനിക്കത് ഇപ്പോഴും ഞാനതിൽ ഇങ്ങനെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് ആലീസിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ ആലീസ് ഭയങ്കര നമ്മളെ കംഫർട്ട് ആക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസ് അവൾ ഒന്ന് അടിക്കുന്ന സീനോ അല്ല പിടിച്ചോടിക്കുന്ന സീനിലേക്കാണ് ചില ആർട്ടിസ്റ്റുകൾ പറയും അവിടെ കൈവെക്കരുത് ഇവിടെ കൈവെക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഇതുണ്ടാവും. പക്ഷെ ആലീസ് ഞാൻ കണ്ടേക്കുന്നത് അവൾ ഫുൾ ഡെഡിക്കേറ്റഡ് ആണ് അതിന് വേണ്ടിയിട്ട്. അവന്മാർ കണ്ടെന്നൊക്കെ പറയും, പക്ഷേ അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സംഭവം പോരായിരുന്നു അല്ലെ അത് നന്നായിരുന്നു പറയുന്നത് മോളും വൈഫുമാണ്. അവന്മാരങ്ങനെ കാണത്തില്ല. അമ്മച്ചി നെല്ലിക്കയുടെ കാര്യം പറയുന്ന പോലായിരുന്നു. അന്ന് അമ്മച്ചി എൻ്റെ കണ്ണിലൊരു ഗുണ്ടയായിരുന്നു. അമ്മച്ചി ജേക്കബിന് സ്വർഗ്ഗരാജ്യത്തിൽ കഷ്ടപ്പെടുന്നവനെ കർത്താവ് കൈവിടത്തില്ല എന്നൊരു ഡയലോഗ് ഞാൻ അമ്മച്ചി ഓർക്കും. നമ്മ എപ്പോഴും അത് പറയും. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, എന്തും ആത്മാർത്ഥയോടെ ചെയ്യുക, അതൊരു ഫലം ഉണ്ടാവും. അവള് ബിഗ് ബോസിൽ അവളുടെ അംബീഷൻ അതാണ്, ബിഗ് ബോസിൽ വരണം എന്ന് പറയുമ്പോൾ അത് മുഴുവൻ ഇരുന്ന് കാണുന്ന. ഞാനിപ്പോൾ മാരീഡ് അല്ലായിരുന്നെങ്കിൽ എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ വഴി ചിന്തിച്ചാൽ. ഇനിയിപ്പോൾ നമുക്കത് പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ ദാവീദ് ജോൺ ആണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം ദാവീദേട്ടാ, മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാ സമയത്തും ചേട്ടനെ സീരിയൽ TV തുറന്നാൽ കാണാം. കാരണം ഒരേ സമയത്ത് 4 സീരിയൽ വരെ ചെയ്യുന്ന ആളാണ് നമ്മുടെ ദാവീദേട്ടൻ. ഇപ്പൊ ഏതൊക്കെ സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ ഇഷ്ടം മാത്രം എന്നുള്ള സീരിയൽ, പിന്നെ സി കേരളത്തിൽ വാത്സല്യം, പിന്നെ മഴവിൽ മനോരമയിൽ മണിമുത്ത്, സൂര്യ TV കനൽപൂവ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ ടു ലൊക്കേഷൻ മാറി മാറി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വാത്സല്യത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ ഇപ്പോൾ? വളരെ സന്തോഷം. വെച്ചാൽ ഇങ്ങനെ ഈ പറയുന്ന ഒരു തിരക്ക് എന്നുള്ളത് എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ദൈവം സഹായിച്ച് നമുക്ക് അത് എപ്പോഴും ഉണ്ട്. എനിക്ക് മിനിമം എപ്പോഴും ഒരു 2 സീരിയൽസ് ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ദാവീദേട്ടാ ശരിക്കും പറഞ്ഞ ഈ സീരിയലിലേക്ക് ഒരു എൻട്രി അല്ലെങ്കിൽ സീരിയലിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാനൊരു ഓഡീഷൻ വഴിയായിരുന്നു. ഞാൻ ശരിക്കും ഹ്യുണ്ടായി എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു, അവിടെ സെയിൽസ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഓഡീഷൻ വെറുതെ ഒരു പരസ്യം കണ്ടിട്ട് ഞാൻ അയച്ച അവരവിടുന്ന് തിരിച്ചയച്ചു. അതുപോലെ നിങ്ങളൊരു ഇതിന് വരണം, നമ്മുടെ എറണാകുളത്തെ ഒരു ഹോട്ടലുണ്ടല്ലോ ലേമരുടീന് ഓപ്പോസിറ്റുള്ള ക്രൗൺ പ്ലാസ, അവിടെ വെച്ചായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഒരു 2016 ലാസ്റ്റ്. അപ്പം ഞാൻ അവിടെ പോയി പങ്കെടുത്തു. അത് എനിക്കൊന്ന് 10-4 പേരുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ലാസ്റ്റ് ഞങ്ങൾ 2 പേര് മാത്രമേ സെലക്ട് ആയുള്ളൂ. അങ്ങനെ ഒരു 4 ഘട്ടമായിട്ട് ഇന്റർവ്യൂ പോകുന്നുണ്ടായിരുന്നു. ആദ്യത്തെ സീരിയൽ ഏതായിരുന്നു? നോക്കത്താദൂരത്തിൽ ഏത് റോളായിരുന്നു? അതിൽ ദിലീപ് എന്ന് പറയുന്ന ക്യാരക്ടർ. 2 പേരായിരുന്നു, ചേട്ടാനിമാരുടെ കഥയായിരുന്നു. അതിൽ അനിയൻ ദിലീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അങ്ങനെയാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അതിനുശേഷം പിന്നീട് തിരക്കുള്ള ഒരു നായകനായിട്ട് അഭിനയിച്ചു, വില്ലനായിട്ട് അഭിനയിച്ചു, സപ്പോർട്ടിംഗ് ആക്ടറായി. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ റോളുകളും ദാവീദേട്ടന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഇതിൽ ചേട്ടൻ ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ഇത്രയും ചെയ്ത റോളുകളിൽ ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ഉള്ളൊരു റോൾ ഏതായിരുന്നു? ഞാൻ ചെയ്തതെല്ലാം ഇഷ്ടം തന്നെ. പക്ഷെ നമുക്ക് കൂടുതലും ചെയ്യാൻ എപ്പോഴും താല്പര്യം തോന്നിയൊരു പ്രിയങ്കരി എന്ന് പറഞ്ഞ സീരിയലുണ്ടായിരുന്നു, ഫ്ലവേഴ്സിലുണ്ടായിരുന്നു. അതിൽ റോയി എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ മിസ്സസ് ഹിറ്റ്ലറിലെ അവിനാഷ്, പിന്നെ ഇപ്പോൾ നമ്മുടെ ഇതിൽ സൂര്യയിൽ ഇപ്പം കഴിഞ്ഞ അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതൊക്കെ അതെന്ന് വെച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റും അതിനകത്ത്. അവർക്കങ്ങനെ ഇന്ന വീട്ടിലെ പോകാളൊന്നുമില്ല. കോമഡി ചെയ്യാം, സെന്റിമെന്റ്സ്, കള്ളത്തരം, പ്രണയം എല്ലാം ഉണ്ട്. എല്ലാം ചെയ്യാൻ പറ്റും. മിസ്സസ് ഹിറ്റ്ലറിലെ അവിനാഷ് എന്ന ക്യാരക്ടർ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ പ്രേക്ഷകരെല്ലാം ആ ക്യാരക്ടർ ഏറ്റെടുത്തു. പക്ഷേ ആ ക്യാരക്ടർ ഒരു സൈക്കോ ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചലഞ്ചസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ ഇതുവരെ ചെയ്തതിൽ നിന്നും? അല്ല, അത് ചെയ്യാനായിട്ടേ ഞാൻ ഇപ്പം എന്നോട് അവർ ആദ്യം പറഞ്ഞു ഒരു സൈക്കോ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. നമ്മൾ കണ്ടേക്കുന്ന ആ സമയം വരെ നമ്മൾ കണ്ടിരുന്ന സൈക്കോ ഒക്കെ ഓവറായിട്ട് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഇമോഷൻസ് കാണിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യേണ്ടത് ബോറായി പോകും. അപ്പം അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത അതിൻ്റെ ഡയറക്ടർ മനോജ് ശ്രീലകം എന്ന് പറയുന്ന ഡയറക്ടറാണ്. അത് അവരുടെ നമ്മൾ ചെയ്യാവുന്നതിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി, ഭയങ്കര ഇതിലോട്ടൊന്നും പോകണ്ട, നിനക്ക് 2 ദിവസം കഴിയുമ്പോൾ ആ ക്യാരക്ടർ കിട്ടും എന്ന് പറഞ്ഞു. കാരണം അതിന് മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു ഓവറായിട്ടുള്ള എക്സ്പ്രഷൻസ് വേണമെന്ന്. അപ്പം അങ്ങനെ വന്നാൽ ബോറായി പോകും, നമ്മൾ ചുഴലി വന്ന പോലെയൊക്കെ ആയിപ്പോയി. അപ്പം ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഇനി സാറിനെ വിളിച്ചു. അപ്പോൾ സാർ അന്ന് അവിടെ ഇല്ല. അവനോട് പറഞ്ഞു നീ നോർമലായിട്ട് നിനക്ക് തോന്നുന്ന പോലെ ചെയ്താൽ മതി, അയാൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെന്ന് എവിടെയെങ്കിലും ഫീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് സാറാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത ട്രാക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ തന്നെ പോയി. എനിക്കത് ഭയങ്കര
ഞാനത് ചലഞ്ചിങ് എന്നൊന്നും പറയാനില്ല. അങ്ങനെ തോന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും കാണുന്ന ആളുകൾ പറയും ആ ക്യാരക്ടർ ഭയങ്കര ഇതായിരുന്നു, വില്ലൻ ഭയങ്കരമായിരുന്നു. പക്ഷേ അത് ആ യൂണിറ്റിൻ്റെ ഗുണമാണ്. നമ്മളൊരു സംഭവം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. അല്ല, അതിൻ്റെ റൈറ്റർ പ്രസാദ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എഴുതിയത്, അടൂർ പ്രസാദ് അടൂർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഡയറക്ടേഴ്സ് ഇപ്പം മനോജ് സാറ് മാറിയപ്പം സുനിലേട്ടൻ എന്ന് പറഞ്ഞു, സുനിൽ ദേവിയോട്, അവരെല്ലാം നമുക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് കാണുന്നവർക്കായിരിക്കും ഒരു പക്ഷേ ഇപ്പം 4 സീരിയലിലും 4 ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇത്ര എഫേർട്ട് ഇല്ലാതെയാണ് ആ ക്യാരക്ടറൊക്കെ ചെയ്തതെന്ന് പറയുന്നത് ദാവിദേട്ടൻ്റെ ഒരു പോസിറ്റീവാണ്. അപ്പം ഇപ്പം ഇതുപോലുള്ള 4 ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ 4 സീരിയലിലും 4 ചാനലിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയായിരിക്കും ചേട്ടൻ ഒരു സെറ്റിൽ നിന്നും നാളെ അടുത്തൊരു സെറ്റിലേക്ക്, അപ്പോൾ ഈ ക്യാരക്ടർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സമയം എടുക്കാറുണ്ടോ, അത് പെട്ടെന്ന് ജെല്ലായി വരാറുണ്ടോ? അല്ലെന്നല്ല, ഇതൊക്കെ മെയിനായിട്ട് ഇതിൻ്റെ ഡയലോഗ്സ് പിന്നെ സിറ്റുവേഷൻസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മുടെ പെർഫോമൻസ്. ഇപ്പം ഏഷ്യാനെറ്റ് ചെയ്യുന്ന ഇഷ്ടമാത്രം അയാളൊരു വലിയൊരു കമ്പനിയുടെ CEO ആണ്. അപ്പോൾ അയാൾ സംസാരിക്കുമ്പോൾ ആ ഒരു ലെവൽ കീപ്പ് ചെയ്ത് സംസാരിക്കുമ്പോൾ അയാൾക്ക് അതിനെ താഴോട്ട് പോകാൻ പറ്റില്ല. പിന്നെ അയാളുടേതായ ഒരു സ്റ്റൈല് നമ്മളുണ്ട്. അതിനാണ് ഇപ്പോൾ ഈ ഹെയർ ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലാകുമ്പോൾ ഇത് ബാൻഡ് ഇട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കും. അപ്പോൾ അതല്ലാതെ നമുക്ക് സിനിമ പോലെ ഒന്നും സമയമില്ല, വേറെ വിഗ് വെക്കില്ല, അങ്ങനൊന്നും നടക്കത്തില്ല. അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ചെറിയ ചെറിയ ഡിഫറൻസുകൾ വരുത്തിയാണല്ലേ മേക്കപ്പിലും കാര്യങ്ങളിലൊക്കെ. അപ്പൊ ഇപ്പം ഈ റോളുകളൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഇപ്പം 4ഓളം അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യുമ്പോൾ, ഇപ്പം ചേട്ടൻ പറഞ്ഞു ചില ഡയറക്ടേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ടാവാം. അപ്പൊ ചേട്ടൻ്റെ അടുത്തൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം എന്ന് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പം ചേട്ടന്റെ ഭാഗത്ത് നിന്ന്? നമ്മൾ പൊതുവേ ഞാൻ അങ്ങനെ നേരത്തെ ഒന്നും പ്ലാനിങ് ഇല്ല. ഡ്രസ്സിങ് അവരോട് ചോദിക്കും, അയാൾ എന്ത് പഠിച്ചതാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് ജോലി ആണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അയാൾ എങ്ങനെയാണ്, ഡോക്ടർ ആണെങ്കിൽ അയാൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, അവരെപ്പോഴും നല്ല ക്ലീൻ ഷേവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മാറി. ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ വന്നപ്പോൾ അവർ താടിയൊക്കെ വെച്ച ഡോക്ടേഴ്സ് ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ കണ്ണാടി വെച്ചവർ അങ്ങനെ ആയിരിക്കും ഡോക്ടേഴ്സിനെ കാണുന്നത്, അല്ലെങ്കിൽ കലാകാരൻ എന്ന് പറയുമ്പോൾ ജുബ്ബ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതല്ല, അപ്പോൾ ഓരോ വ്യക്തികളുടെ സ്വഭാവം അനുസരിച്ച് ഇയാൾ എങ്ങനെയാണോ, ഇയാൾ ഇപ്പം എന്താണ് ഭയങ്കര കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ അയാളുടെ രീതികളിലും അത് കാണിക്കും. അതെല്ലാം പൊതുവെ ഒരു ഉഴപ്പനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചാക്കിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യുന്ന ഡ്രസ്സിങ് ആയിരിക്കും അയാൾ ചെയ്യുന്നത്, എപ്പോഴും കളർഫുൾ ഡ്രസ്സായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ നമ്മൾ സജഷൻ ചോദിക്കും. ഇത് കൂടുതലും ഡയറക്ടേഴ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെയും കൂടെ അവരുടെ ഒരു ബുദ്ധിയാണ് ചെയ്യുന്നത്. അല്ല നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാറുണ്ട്. ഉണ്ട്. പക്ഷെ അത് ഒന്നാമത് നമുക്കേ സമയക്കുറവുണ്ട് സീരിയലിന്. സീരിയലിൽ ഒരു ദിവസം എത്ര എപ്പിസോഡ് എടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്ര സീൻസ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സിനിമ പോലെ 2 സീനൊന്നും എടുക്കുന്ന സ്കീം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി മേക്കപ്പ് വരകളൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഈ ലെൻസ് ഒക്കെ വെച്ച് ചെയ്യാമെന്ന് പറയും. പക്ഷെ പ്രശ്നം വെച്ചാൽ അതിന് വേണ്ടി ഇത്ര മണിക്കൂറേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ രാവിലെ 7 മണിക്ക് തുടങ്ങുന്നത് ചിലപ്പോൾ 9 10 മണിയാകും. 15.5 മണിക്കൂറാണ് നമ്മൾ ദിവസം ജോലി ചെയ്യുന്നത്. അപ്പോൾ 7 മണി തൊട്ട് 9 എന്ന് പറയുമ്പോൾ തന്നെ എത്രയായി? 14.5 മണിക്കൂറായി. അപ്പോൾ അത്രയൊന്നും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഈ സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു സീരിയൽ ലൊക്കേഷനിൽ ഇപ്പോൾ രാവിലെ വരുന്നു, ഇടയ്ക്ക് റെസ്റ്റ് കാര്യങ്ങൾ, അതിനുശേഷം പിന്നെയും ഷോട്ടുകൾ, നമ്മുടെ ഷോർട്ട് സമയങ്ങളാണല്ലോ. അപ്പോൾ അതല്ലാത്ത ദാവീദേട്ടൻ ഇപ്പം ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഈ സമയത്തെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയൊക്കെയാണ്? എൻ്റെ കൂടെ എപ്പോഴും ബുക്ക് ഉണ്ടാവും. ഞാൻ ബുക്സ് എപ്പോഴും വായിക്കും. അപ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു 3 ബുക്ക് കാണും. വാങ്ങിയതും ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നതൊക്കെ കാണും. അപ്പോൾ ഞാൻ കൂടുതലും അതാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളോട് കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കും. പിന്നെ എന്നാലും എല്ലാവരും ജോലി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഈ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ടായി പോകും. ഒരു അഭിനയിക്കാൻ പോലും അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ മാറ്ററിനെ ബാക്കിയാക്കാനായിരിക്കും താല്പര്യം. അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കാറില്ല. ഞാൻ ഈ ബുക്കുമായിട്ടിരിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുന്നതോറും പിന്നെ എനിക്ക് അതൊരു ഭ്രാന്താണ്. അതിപ്പോൾ ബുക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദാവീദേട്ടൻ ആക്ടിങ്ങിന് ഉപരി തന്നെ എനിക്ക് തോന്നുന്നു ഡയറക്ടർ ആവാൻ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, ഇങ്ങനെയുള്ള പല ലേബലുകൾ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം ഡയറക്ടർ സ്കിൽ അല്ലെങ്കിൽ ഡയറക്ടറിലേക്ക് ആവണം എന്നൊരു തോട്ട് എപ്പോഴാണ് വന്നത്? എനിക്ക് ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക അങ്ങനൊന്നും സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ നമ്മളൊരു കഥ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത് വേറെ ആൾ പറയുന്നതിൽ നന്നായിട്ട് നമുക്കേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡയറക്ടർ ആയതാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ ചാനലിൽ വന്ന് അഗാമിയുടെ. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം പുതിയ പുതിയ കഥകൾ വരുമ്പോൾ നമുക്ക് തന്നെ ചെയ്യണം തോന്നും. കാരണം അതിനുവേണ്ടി സഫർ ചെയ്യാനൊക്കെ നമുക്കേ ഇതുണ്ടാവുള്ളൂ. വേറെ ആളെ ഏൽപ്പിച്ചാൽ അയാളത് എത്രമാത്രം നന്നായിട്ട് കൈകാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവരുടേതായ കുറച്ച് വിഷ്വൽസും അവരുടേതായ കുറച്ച് ആംഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ അവരുടേതായ കുറച്ച് എന്താ പറയുക അവരുടേതായ കുറച്ച് രീതികൾ അതിലുണ്ടാവും. അത് നമുക്ക് എല്ലാം കൂടെ ചിലപ്പം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അഗമി അത്യാവശ്യം യൂട്യൂബിൽ നല്ല രീതിയിൽ ഹിറ്റായ ഒരു ഷോർട്ട് ഫിലിം കൂടിയാണ്. നമ്മുടെ ചാനലിലായിരുന്നു അത് റിലീസ് ചെയ്തതും. അപ്പം അഗമി ആയിരുന്നു ചേട്ടൻ്റെ ഡെബ്യൂ വർക്ക്, അല്ലെങ്കിൽ അതിന് മുന്നേ വർക്കുകൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതല്ലാതെ നമ്മളായിട്ടൊരു കാര്യം ചെയ്യുന്നത്
അഗാമിയാണ്. അതിന്റെ സ്റ്റോറിയും കാര്യങ്ങളെല്ലാം ഞാൻ ദാവീദേട്ടൻ തന്നെ തന്നെ ഞാൻ തന്നെ ആയിരുന്നു എല്ലാം. അല്ലേ? അപ്പം ആ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എങ്ങനെയായിരുന്നു? ഒരു വ്യത്യസ്തമാർന്നൊരു സ്റ്റോറി ആയിരുന്നു ആ. അഗമിക്ക്. ആ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് വരാൻ കാരണം ആ തീം ഉണ്ടാകാൻ കാരണം നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇതിപ്പോൾ ആനുകാലികമായ ഒരു വിഷയമാണ്. നമ്മൾ പറയുന്ന പോലെ NRI ആയിട്ടുള്ള ഫാദർ ആയിരിക്കും, വൈഫ് കൂടെ ഉണ്ടായിരിക്കും, അവർക്കൊരു എക്സ്ട്രാ റിലേഷൻ ഉണ്ടാവും. നമ്മൾ ഒരുപാട് അങ്ങനെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ വിലങ്ങുതടി അടിയുന്ന ഈ കുഞ്ഞിനെ കൊന്നു കളയണം, അല്ലെങ്കിൽ ഇവർക്ക് ഒന്ന് ജീവിക്കണം എന്ന് തോന്നുന്ന സമയം വരും. അല്ല അതിനെ പീഡിപ്പിക്കുക, ഈ കാമുകനോടുള്ള പ്രണയം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ കുഞ്ഞിനോട് ആത്മാർത്ഥം ഇല്ലയെന്ന് കാണിക്കാനെങ്കിലും ചിലപ്പോൾ ഈ പീഡനങ്ങൾ കൂടെ നിൽക്കും. അങ്ങനെ കുഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ആ സമയം റിമാൻഡിലായിരിക്കും. അപ്പോഴേക്കും ഫാദർ വരും, ഇയാൾ കുഞ്ഞിൻ്റെ കർമ്മമെല്ലാം കഴിഞ്ഞ് ഇയാൾക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇവർ ഓൾറെഡി അകത്തായിരിക്കും. ഇയാൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് ഇറങ്ങി കഴിയുമ്പം ഇവരുടെ വഴിക്ക് പോകും. പിന്നെ മാധ്യമങ്ങളൊന്നും ഇതിൻ്റെ പുറകെ പോകാറില്ല. അല്ലെങ്കിൽ ഈ അച്ഛൻ വേറെ കല്യാണം കഴിച്ച് അയാൾ ആ വഴിക്ക് പോകും, ഇവർ ചിലപ്പോൾ വേറെ കല്യാണം കഴിച്ചു പോകും, അല്ലെങ്കിൽ ഇവർ പിരിഞ്ഞു പോകും. എന്ത് ചെയ്താലും കുഞ്ഞിന് നീതി കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഒരു കുഞ്ഞിന് നീതി കിട്ടണം എന്നൊരു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കഥ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ നിന്നാണ് അങ്ങനെ സംഭവം ഉണ്ടായെടുത്തത്. ഇപ്പോഴും ഇനിയും ഏതെങ്കിലും കഥകളുടെ എഴുത്തിലാണോ? അതെ അതെ. ഞാൻ പുതിയ ഓർമ്മ ചെയ്തുകൊണ്ടിരിക്കും. അതും ഇതുപോലെ തന്നെ എല്ലാം ആനുകാലികമായ വിഷയങ്ങളും എന്നാൽ ആളുകൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്നതായ കാര്യങ്ങളും വേണമല്ലോ. ഇപ്പം ഒരുപാട് സീരിയലിന്റെ ഭാഗമാണ്, ഒരുപാട് വർഷങ്ങളായി സീരിയലിന്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു സീരിയൽ തീരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും വിഷമം വരുന്നൊരു കാര്യം തന്നെയാണ്. കാരണം അത്രയും നാളും അവരത്രയും ഒരു കുടുംബം പോലെ നടന്നിട്ട് പിന്നീട് ഒരു സീരിയൽ തീരുക എന്നൊക്കെ പറയുന്നത് പ്രേക്ഷകർക്കും അതെ, അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്കും അതെ. അപ്പം ഏതെങ്കിലും ഒരു ലൊക്കേഷൻ അങ്ങനെ ചേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് തീരണ്ടായിരുന്നു, ഇത്ര പെട്ടെന്ന് തീർന്നല്ലോ എന്ന് തോന്നിയൊരു സീരിയൽ ഉണ്ട്? അങ്ങനെ ഒരു സീരിയൽ മിസ്സസ് ഹിറ്റ്ലർ എന്ന് പറയുന്ന. അപ്പോൾ ആ സീരിയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ സീരിയൽ ലൊക്കേഷൻ നമ്മുടെ നിലമേലായിരുന്നു, കൊല്ലത്ത്. ആ ലൊക്കേഷൻ ഭയങ്കര പോസിറ്റീവാണ്. നമുക്ക് രാവിലെ അങ്ങോട്ട് ആ നാട്ടിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബ് കയറും. പിന്നെ ആ ഷൂട്ട് ചെയ്യുന്ന വീട് അത് ഭയങ്കര പോസിറ്റീവാണ്. അതിൻ്റെ ഹൗസ് ഓണർ ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ ആ ക്രൂ കംപ്ലീറ്റ്, അതിൻ്റെ യൂണിറ്റ്, ആർട്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, അതിൻ്റെ മേക്കപ്പ്, പിന്നെ കോസ്റ്റ്യൂം, ഇങ്ങനെയുള്ള ഈ ടെക്നിക്കൽ സൈഡ് ഫുള്ള് നല്ല ആളുകളായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാം ഒരു ഫാമിലി പോലായിരുന്നു. ഞങ്ങളൊരു ഹോട്ടലിൽ അടുത്തടുത്തടുത്ത മുറികളിലാണ് ഞങ്ങൾ കുറച്ച് പേര് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് പോയാലും നമ്മൾ അവിടെ സംസാരങ്ങളും കാര്യങ്ങളും ചെറിയ ചെറിയ പാർട്ടികളും ഒക്കെ രസമായിരുന്നു. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡയറക്ടേഴ്സ് മനോജ് ശ്രീലകം, അതുപോലെ തന്നെ സുനിൽ ദേവികോട്, പിന്നെ എൻ്റെ റൈറ്റർ, ഇവർ പ്രൊഡ്യൂസർ, നമ്മൾ എടുത്തു പറയണ്ടാണ് പ്രൊഡ്യൂസർ. ഞാൻ ആ സമയത്ത് അത്ര നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാത്സല്യം. പക്ഷെ ആ സെറ്റ് ഭയങ്കര പോസിറ്റീവായിരുന്നു. എനിക്കത് കഴിഞ്ഞത് ഇപ്പോഴും ഞാൻ അതിൽ നമ്മൾ പാസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. തീർന്നല്ലോ എന്നല്ലേ പെട്ടെന്ന്. അതുപോലെ തന്നെ ഇപ്പം സീരിയലിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാൻ ആരായിരിക്കും? ഇത് വർക്ക് ചെയ്തതിൽ ഇപ്പോഴും ബെസ്റ്റ് ബഡി എന്നൊക്കെ? എനിക്ക് എല്ലാവരും സുഹൃത്തുക്കൾ തന്നെ. എന്നാലും നമുക്കിപ്പോൾ ഞാൻ കനൽപ്പൂവ് ചെയ്തപ്പം അവിടെ നമുക്ക് അനിയനെ പോലൊരു സുഹൃത്തിനെ കിട്ടിയാണ്, സൻരാജ് എന്ന് പറയുന്ന കണ്ണൂരുകാരനാണ്. അവൻ ഇപ്പം ഇനി മലയാളത്തിൽ ഇല്ല, പുള്ളി ഇപ്പോൾ തെലുങ്കിലൊക്കെ ഭയങ്കര തിരക്കായിപ്പോയി. അവൻ നല്ലൊരു ഫ്രണ്ടെന്നല്ല, നമ്മളൊരു കൂടപ്പിറപ്പിനെ പോലെ ഉള്ളൊരു ഇതാണ്. ബാക്കി എല്ലാവരോടും നമ്മൾ സൗഹൃദമാണ്. പിന്നെ നമ്മളെ അറിയുന്ന, ഞാൻ ഇൻഡസ്ട്രിക്കകത്ത് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് കുറവാണ്. അത് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഇന്നൊരു സെറ്റിലായിരിക്കും, നാളെ വേറെ സെറ്റിലായിരിക്കും. അപ്പോൾ അവരും ചിലപ്പം പിറ്റേന്ന് അവിടെ കാണണമെന്നില്ല. ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെയാണല്ലോ, മാറി മറിഞ്ഞും വരും. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മളോട് ഉണ്ടാകുന്ന ഒരാൾ ഒന്നെങ്കിൽ നമ്മുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ, അമ്മ, ഇങ്ങനെയുള്ളതൊക്കെ ഈ ലൊക്കേഷൻ ചേഞ്ച് ആയി അല്ലെങ്കിൽ ട്രാക്ക് മാറുമ്പോൾ ഇവരെല്ലാം മാറും. സ്ഥിരമായിട്ട് കുറച്ച് പേരോടെ ഇല്ല. പക്ഷേ ഹിറ്റ്ലറിൽ അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഹിറ്റ്ലറിൽ എന്നും ആളുകളെ കാണാറുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മുടെ സൗഹൃദത്തിലുള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നു അഗമിയില് ആലീസ് ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ട്, ഹിറ്റ്ലറിലും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഒരു സൗഹൃദം എങ്ങനെയാണ്? ആക്ച്വലി ഡെബ്യൂ വർക്കിൽ ആലീസ് തന്നെ ചെയ്യണം എന്ന് അങ്ങനെ ഒരു? ആലീസിൻ്റെ ഗുണം എന്താ പറയുക, ആലീസ് ഭയങ്കര നമ്മളെ കംഫർട്ട് ആക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആലീസിനോട് ഞാൻ, അതായത് വളരെ കുറച്ച് ആർട്ടിസ്റ്റുകൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ലിമിറ്റേഷൻസ് ഇല്ലാത്ത ഒരാളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസ് ഒന്ന് അടിക്കുന്ന സീനോ അല്ലെങ്കിൽ പിടിച്ചോടിക്കുന്ന സീനിലേക്കാണ് ചില ആർട്ടിസ്റ്റുകൾ പറയും ഫോഴ്സ് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അവിടെ കൈവെക്കരുത്, ഇവിടെ കൈവെക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഇതുണ്ടാവും. പിന്നെ അവർ പോയി വീഴാൻ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് വീഴുന്നവരുണ്ടാവും. പക്ഷേ ആലീസിനെ ഞാൻ കണ്ടേക്കുന്നത് അവൾ ഫുൾ ഡെഡിക്കേറ്റഡ് ആണ് അതിന് വേണ്ടിയിട്ട്. 100% അതിന് വേണ്ടി അവൾ ഡെഡിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളോട് എപ്പോഴും പറയും,
ഇപ്പോൾ നമ്മളിപ്പോൾ അവളെ പിടിച്ച് ഒലയ്ക്ക് ഒരു മുറിയിലേക്ക് വലിച്ചെറിയുന്ന സീനൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ദാവിദേട്ടൻ എന്താണ് കംഫർട്ട് അതുപോലെ ചെയ്തോണേ എന്ന് പറയും. അപ്പോൾ നമുക്ക് സമാധാനമാണ്. ഇപ്പോൾ ഒരാൾ ആദ്യം പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ കത്തി ഉള്ള സീനൊക്കെ തരും, അപ്പോൾ അവിടെ കൊള്ളല്ലേ ഇവിടെ കൊള്ളല്ലേ എന്നൊക്കെ ഇവർ പറയുമ്പോൾ നമുക്ക് പിന്നെ അതായിരിക്കും ടെൻഷൻ, ഇവരുടെ ദേഹത്ത് കൊള്ളല്ലെന്ന് അത് നമുക്കുണ്ടാവും. പക്ഷെ അവരങ്ങനെ പറയുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു നമുക്കൊരു ടെൻഷനാണ്, ഇവരെങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. പക്ഷെ അവൾ അങ്ങനൊന്നും അല്ല. അവൾ പറയും അത് അപ്പോൾ അവൾക്ക് നമ്മളെ വിശ്വാസമാണ്, ഇത് കത്തി കൊള്ളില്ലെന്നൊക്കെ അറിയാം. അപ്പോൾ ഞാനങ്ങനെ കുറേ സീക്വൻസുകളുണ്ട്, അവളെ കുത്താൻ ഇങ്ങനെ എടുക്കുന്നതും കുത്തുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ പറയും ദാവിദേട്ടൻ എന്താ കംഫർട്ട് അതുപോലെ ചെയ്തോ, ആ സീൻ എന്താ നന്നാക്കാൻ വരുന്നത് ചെയ്തോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അവളോട് നല്ല സൗഹൃദമാണ്. അവളാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തപ്പോഴും അവൾ തന്നെ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചത്. അവളത് കഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. അന്ന് നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് അവളുടെ പോർഷൻ എടുത്തത്. അവളോട് ഞാൻ രാത്രി 10 മണിക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു. അവൾ ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നിട്ട് ഞാൻ അവളെ അന്ന് വിടുന്നത് വെളുപ്പിന് 2 മണിക്കാണ് പാവം പോകുന്നത്. അത്ര അവൾ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഇപ്പം ദാവിദേട്ടൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണെന്നറിയാം. കാരണം 2 മക്കളുണ്ട്, അല്ല 3 മക്കളുണ്ട്. അതുപോലെ തന്നെ വൈഫാണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. എപ്പോഴൊക്കെയാണ് വീട്ടിലൊക്കെ പോവാറ് ഈ സെറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഷൂട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ? നേരത്തെ ഞാനിങ്ങനെ നാട്ടിൽ പോയി വരുമായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ ഫാമിലി ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി. എന്നെ സംബന്ധിച്ച് എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പം ഇപ്പോൾ ഭാര്യയെ കാണുക, മക്കളെ കാണുക, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അങ്ങനെ ഞാൻ ഈ പറയുന്ന പോലെ ഈ പാർട്ടി ലൈഫ് അങ്ങനെ ലൈഫ് ഇല്ല എനിക്ക്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന എനിക്ക് അങ്ങനത്തെ ഒരു രീതികളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സപ്പോർട്ട് ആരെന്ന് വെച്ചാൽ വൈഫും മോളുമാണ്. എൻ്റെ ആമക്കൾ അങ്ങനെ കാണത്തൊന്നുമില്ല. അവന്മാര് കണ്ടെന്നൊക്കെ പറയും. അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സംഭവം പോരായിരുന്നു, അല്ലെങ്കിൽ അത് നന്നായിരുന്നു പറയുന്നത് മോളും വൈഫുമാണ്. അവന്മാരങ്ങനെ കാണത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ ദാവീദേട്ടന് അമ്മ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്രയും നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ ജീവിതത്തിൽ അമ്മ എന്ന ഒരു അമ്മച്ചി? നമുക്കേ ഈ മധുരം നെല്ലിക്കയുടെ കാര്യം പറയുന്ന പോലായിരുന്നു. അന്ന് അമ്മച്ചി എൻ്റെ കണ്ണിലൊരു ഗുണ്ടയായിരുന്നു അമ്മച്ചി. അതായത് നമ്മളോട് അന്ന് പറയായിരുന്നു, ചെറുപ്പത്തിൽ പറയും ഇത്ര വീട് വരെ നമുക്ക് കളിക്കാൻ പോവാം, അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല എന്ന് പറയും. നമ്മൾ അവിടം വരെ പോവുക, തിരിച്ചു വരും. അതിനപ്പുറത്തോട്ട് പോയാൽ അമ്മച്ചി അടിക്കും. പിന്നെ അമ്മച്ചി സമയം വെച്ചു, വൈകുന്നേരം 6 മണി വരെ എവിടെയും പോകുന്നുണ്ട്, തിരിച്ചു വരണം. പിന്നെ കുറച്ചുകൂടെ പ്രായമായപ്പം 8 മണി വരെ ആക്കി. അതിന് ഇപ്പം ഞാൻ അമേരിക്കയിൽ പോയാലും കുഴപ്പമില്ല, പക്ഷെ 8 മണിക്കാണ് തിരിച്ച് വീട്ടിൽ വന്നിരുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ദൂര സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ പരിചയമില്ലാത്ത ആറ്റിലോ കുളത്തിലോ ഇറങ്ങരുതെന്ന് പറയാം അമ്മച്ചി. ഇറങ്ങി നീന്തരുത്. ഞാൻ എല്ലായിടത്തും നീന്തിയിട്ടുണ്ട്, കടലിലൊക്കെ നീന്തിട്ടുണ്ട്. പക്ഷേ അമ്മച്ചിക്ക് ടെൻഷനാണ്. ഞാൻ അമ്മച്ചിയുടെ തമാശ, ഞാൻ ഊട്ടിക്ക് ടൂർ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഊട്ടി പോക്കോ പക്ഷേ കടലിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞ ആളമ്മ. എന്നുവെച്ചാൽ അമ്മച്ചിക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷേ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് അന്ന് ഞാൻ ഒറ്റ മകനാണ്. അപ്പം അമ്മച്ചി എപ്പോഴും പറയും ഒരു മകനെ ഉള്ളെങ്കിലും ഒലക്കി കടിച്ചേ വളർത്തുള്ളൂ എന്ന് അമ്മച്ചി പറയാം. അതിൻ്റെ ഗുണം നമുക്ക് എന്താ കാണണമെന്നറിയാമോ? നമുക്ക് കഷ്ടപ്പെടാൻ മടിയില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്. അമ്മച്ചി നമ്മളെ വളർത്തിയതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ജോലി ചെയ്യാൻ മടിയില്ല. അമ്മച്ചി എപ്പോഴും ജോലി ചെയ്ത് ജീവിക്കണം എന്ന് പറയുന്ന ഒരാളായിരുന്നു. നമ്മൾ കഷ്ടപ്പെടണം. നമുക്ക് കഷ്ടപ്പെടുന്ന അതിൽ ഏതൊരു സിനിമയിൽ ആ ഡയലോഗ് പറയുന്നുണ്ട്, ജേക്കബിന് സ്വർഗ്ഗരാജ്യത്തിൽ കഷ്ടപ്പെടുന്നവനെ കർത്താവ് കൈവിടത്തില്ല എന്നൊരു ഡയലോഗ് ഞാൻ അമ്മച്ചി ഓർക്കും. നമ്മൾ എപ്പോഴും അത് പറയും, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, എന്തും ആത്മാർത്ഥയോടെ ചെയ്യുക, അതൊരു ഫലം ഉണ്ടാവും. വെറുതെ ഇരുന്ന് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കഴിവതും നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി കള്ളം പറയരുത് എന്ന് അമ്മച്ചി പറയും. എനിക്ക് തോന്നുന്നു അമ്മച്ചി പറഞ്ഞ പല കാര്യങ്ങളും ദാവീദേട്ടൻ ലൈഫിൽ അത് ത്രൂ ഔട്ട് കൊണ്ട് ഒരു ഫാമിലിയുമാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകളിലൊക്കെ ഇങ്ങനെ ഇത് കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫാമിലിക്കും ഈക്വലിനേക്കാളും എനിക്ക് തോന്നുന്നു സീരിയലിനേക്കാളും ഒരുപാട് മുന്നിലുള്ള ഇമ്പോർട്ടൻസ് ആണ് ഫാമിലിക്ക് ദാവീദേട്ടൻ കൊടുക്കുന്നത്. അപ്പം റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിയിലാണെങ്കിൽ ഒരുപാട് പേര് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകുന്ന ബന്ധങ്ങളാണ് പലർക്കും ഉള്ളത്. അപ്പം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡിനൊക്കെ എങ്ങനെയായിരിക്കും ദാവീദേട്ടൻ ഒന്ന്? ഇത് നമ്മൾ ഒരു പരിധി വരെ വളർന്നു വന്ന ചുറ്റുപാടാണ് എന്ന് പറയും. ഞങ്ങളൊക്കെ ജീവിച്ച സമയത്ത് നമുക്കിതുപോലെ TV എല്ലായിടത്തും ഇല്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ആദ്യം ഒരു കളർ TV വരുന്നത് എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ, അപ്പൻ്റെ മൂത്ത പെങ്ങളുടെ വീട്ടിൽ. അതുവരെയൊക്കെ നമ്മൾ ഒരു കുറച്ച് ദൂരം നടന്നു പോയൊരു വീട്ടിലൊക്കെ നമ്മൾ അന്ന് TV കണ്ടിരുന്നു. അപ്പോൾ ഇപ്പം ഇന്ന് ഇങ്ങനെ സിസ്റ്റം ഉണ്ടെന്ന് അറിയില്ല. പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ കറിയില്ലെങ്കിൽ അപ്പുറത്ത് അപ്പച്ചൻ്റെ വീട്ടിൽ പോയി കറി മേടിച്ച് കഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ പോലല്ല. ഇന്നൊക്കെ നമ്മൾ കസിൻസ് തല്ലിയെന്നോ അല്ലെങ്കിൽ വഴക്കുറെന്ന് പറഞ്ഞാൽ പേരൻസ് ചോദിക്കും. അന്ന് അങ്ങനെയല്ല. ഇപ്പം നമ്മളൊരു വഴിക്ക് ഇപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ ഉണ്ടായിരുന്നു, ബിജു എന്ന് പറഞ്ഞു, ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന ലോലച്ചാച്ചൻ എന്നാണ് പുള്ളിയെ വിളിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയാണ് ഏറ്റവും മൂത്തത്. അപ്പോൾ പുള്ളീനെയാണ് വീട്ടിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നത്.
ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു ഈ പറഞ്ഞ അതിരിനപ്പുറം പോയെന്നുണ്ടാൽ പുള്ളി അടിച്ചാൽ അമ്മച്ചി ചോദിക്കത്തില്ല, നീ എന്തിനാ കൊച്ചിനെ തല്ലിയും ചോദിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവരെല്ലാം റെസ്പെക്ട് ചെയ്തേ പോകത്തുള്ളൂ. കാരണം ഇതെൻ്റെ ചേട്ടനാണ്, ഇതെൻ്റെ മൂത്ത പെങ്ങളാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്. അത് നിൻ്റെ ചേച്ചിയാണ്, അവൾ നിന്നെ തല്ലും, നീ അങ്ങനെ മോശം കാണിച്ചാൽ അവൾ ചോദിക്കും, നിന്നെ തല്ലും, നീ അത് സഹിച്ചോണം, നിൻ്റെ ചേച്ചി അതെന്ന് പറഞ്ഞു തന്നേക്കുന്നതുകൊണ്ട് ഇന്നും എനിക്ക് ആ റെസ്പെക്റ്റ് ഉണ്ട് അവരോടെല്ലാം. ഞാൻ ഇപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം ഈ എല്ലാ സഹോദരികളെയും ഞാൻ വിളിക്കും. സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മക്കളാണ് ഇവരെല്ലാം. എല്ലാവരും ഞാൻ വിളിക്കും, ചേച്ചിമാരെയൊക്കെ വിളിക്കും. പുറത്തുള്ള ആളുകളെ നമ്മൾ വാട്സപ്പ് ചെയ്യും, അതല്ലാതെയുള്ള എൻ്റെ പെങ്ങന്മാരെല്ലാം ഞാൻ വിളിക്കും. അതുപോലെ തന്നെ ചേട്ടൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പിന്റെ വാല്യൂസ് ഒന്നും അറിയത്തില്ല. അപ്പം ചേട്ടൻ എപ്പോഴും എന്താണ് മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുള്ളത്? ഞാൻ അവരോട് പറയുന്ന കാര്യങ്ങളൊന്ന്, ആഹാരം പാഴാക്കരുത്, വേസ്റ്റ് ചെയ്യരുത് എന്ന് പറയും. പിന്നുള്ളത് മൂത്ത ആളുകളോട് നന്നായിട്ട് പെരുമാറുക, നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ എപ്പോഴും സ്നേഹിച്ച് നിൽക്കുക. പിന്നെ പഠിക്കാൻ വൈഫാണ് അത് ആ കാര്യങ്ങളെ പറഞ്ഞു. ഞാൻ അമ്മയോട് പറയുന്നത് 50 ഉണ്ട്, മോൾ പഠിക്കും നന്നായിട്ട്, അമ്മമാരാണ് അതായത് നമ്മൾ ആ പ്രായത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ അവരോട് പറയുന്നത് 50 മാർക്ക് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ 25 മേളിൽ മേടിച്ചാൽ മതി, 40 മേടിക്കണ്ട. പക്ഷെ നമുക്ക് മാർക്കിലല്ല കാര്യങ്ങൾ, അതുണ്ടായിരുന്നു. നമ്മൾ പരസ്പരം സ്നേഹിക്കാനും നമ്മൾ മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിച്ചാൽ എല്ലാം തന്നെ ഉണ്ടാവും. ആരെങ്കിലും സീരിയലിലേക്കോ സിനിമയിലേക്കോ ഒക്കെ വരാനായിട്ട് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ മക്കൾ? ആരെങ്കിലും അത് പറയുന്നുണ്ടോ, എനിക്കും അച്ഛനെ പോലെ അച്ഛൻ്റെ പാത പിന്തുടരാനൊക്കെ? ആ മക്കള് മോഡലിംഗ് പരിപാടിയൊക്കെയാണ്. പിന്നെ മോൾക്ക് ചെറിയ ഇഷ്ടങ്ങൾ ഉള്ള ആളാണ്. അവള് ബിഗ് ബോസിൽ, അവളുടെ അംബീഷൻ അതാണ്, ബിഗ് ബോസിൽ വരണം എന്ന് പറയപ്പോഴും അത് മുഴുവൻ ഇരുന്ന് കാണുന്നു. അതിനോടൊരു ക്രേസ് ഉണ്ടല്ലേ? അപ്പം ദാവീദേട്ടൻ ഇനി ബിഗ് സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ടോ? ബിഗ് സ്ക്രീൻ സിനിമയിലേക്ക് എന്താണെന്നറിയാം, നമുക്കേ ഇപ്പം നിലവിൽ നമുക്കിവിടെ നല്ല തിരക്കാണ്. അപ്പോൾ സിനിമയ്ക്ക് നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ 10-20 ദിവസം അതിനോട് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ ക്ലാഷ് ആവുന്നതല്ല, ചിലപ്പം നമ്മളിതിൻ്റെ പ്രശ്നം എന്താ, നമ്മളവിടെ ഒരു 15 ദിവസം അഭിനയിച്ചിട്ട് ചിലപ്പോൾ അത് ആ സീക്വൻസുകൾ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. ഞാൻ 15 ദിവസമൊക്കെ അഭിനയിച്ച സിനിമകളുണ്ട്. ആ സിനിമകളൊക്കെ വരുമ്പോൾ 2-3 ഡയലോഗോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിൽ കുറേ എടുത്തു വയ്ക്കും അവർ. അതൊന്നും അവരുടെയും കുറ്റമല്ല, കാരണം ടൈം ഇത് വരുമ്പോൾ അവർ കട്ട് ചെയ്യുന്ന പോർഷൻസ് നമ്മുടെ ആയിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്ത് പോകുന്നത്. പിന്നെ ആ ഒരു പേയ്മെൻറ്റും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടെയാണ് എപ്പോഴും ലാഭം. ഇപ്പം നമ്മളെന്ന് ഞാനിപ്പോൾ മാരീഡ് അല്ലായിരുന്നെങ്കിൽ, എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ വഴി ചിന്തിച്ചേനെ. ഇനിയിപ്പോൾ നമുക്കത് പറ്റില്ല. ഫസ്റ്റിൽ നമുക്ക് വരുമാനം എന്നൊരു സംഭവം ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് എപ്പോഴും സേഫായിട്ട് നിൽക്കാനാണ് ഇപ്പോൾ സീരിയൽ തന്നെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഫ്യൂച്ചർ വർക്ക് വരാൻ പോകുന്നത്? ഏതൊക്കെ സീരിയൽ? 2-3 സീരിയൽ കൂടി. അതിനിപ്പോൾ പുതിയൊരു സീരിയൽ വരാനുള്ള പ്രേമപൂജ എന്ന് പറയുന്ന സീരിയൽ സൂര്യ ടി വിയിൽ. പിന്നെ ഇപ്പോൾ മണിമുത്തിൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതും ഇപ്പോൾ ടെലികാസ്റ്റ് കൊടുക്കും. ബാക്കിയെല്ലാം ഇപ്പോൾ അത്യാവശ്യം റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന സീരിയൽ. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ 3-4 സീരിയലുകൾ ഓൾറെഡി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ സീരിയലുകളും വരുന്നുണ്ട്. എന്താണെങ്കിലും ദാവീദേട്ടനെ കിട്ടിക്കഴിഞ്ഞ ഒരു പാട്ട് കൂടി, കാരണം ദാവീദേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാട്ട് കൂടി. നന്നായിട്ട് പാടുന്നില്ലല്ലോ, എനിക്ക് എൻ്റെ പ്രശ്നം, എനിക്ക് പാട്ട് കേൾക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും എന്നോട് ചോദിച്ചില്ല ഇടസമയങ്ങൾ എന്ത് ചെയ്യുന്നു. ഒന്ന് ഞാൻ സിനിമ ഈ ബുക്ക് വായിക്കുന്നത് അതല്ലാതെ സിനിമകളുണ്ട്, അത് കാണും. പാട്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കും. ഞാൻ കാറിൽ പാട്ട് കേൾക്കും, ഞാൻ മറ്റേ കുളിക്കാൻ കയറിയാൽ പാട്ടുണ്ട്, ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ പാട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഫേവറേറ്റ് പാട്ട് അങ്ങനെ ഉണ്ടോ? ഡിവോഷണൽ സോങ്സ് എനിക്കെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ഒരുപാട്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം എന്ന് പറയുന്നത് ദാസേട്ടൻ്റെ ശബ്ദമാണ്. അപ്പോൾ അത് ഞാനൊരു ദിവസം ഒരു 10 പാട്ടെങ്കിലും അങ്ങനെ കേൾക്കാതിരിക്കത്തില്ല. അപ്പം അങ്ങനെ പാടിപ്പോകുന്ന അല്ലാതെ ശരിക്കും എനിക്ക് ഒരാളുടെ മുന്നിൽ പാടാനുള്ള ധൈര്യമൊന്നുമില്ല. അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കനൽപ്പൂവിൻ്റെ സക്സസ് പാർട്ടിയായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ ഞാൻ കുറേയൊക്കെ ഒളിച്ചൊക്കെ നിന്ന് നോക്കി, പറ്റത്തില്ല. അപ്പോൾ കൂടെയുള്ള ആളുകൾ അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ആ കഴിഞ്ഞ ദിവസം പാടിയ കണ്ടത്. അല്ലാതെ ഞാൻ പൊതുവെ അങ്ങനെ പാടാൻ ധൈര്യമുള്ള ആളല്ല. അതും ദാസേട്ടൻ്റെ ഒരു പാട്ട് തന്നെയായിരുന്നു. നമ്മൾ കുഞ്ഞിലോട്ട് കേട്ട് ശീലിച്ച പാട്ടുകൾ ഇതെല്ലാം വീട്ടിലെ ഫാദർ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ നമ്മൾ കേട്ട്. അന്ന് നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നേ. അന്ന് നമ്മൾ മുക്കാബിലൊക്കെ പറയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഇതെല്ലാം നമ്മൾ തിരിച്ചു പോവാണ് എല്ലാവരും. എനിക്ക് തോന്നുന്നു ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ പണ്ട് നമ്മൾ എവിടെയൊക്കെയോ കണ്ട് മറന്ന നല്ല കാഴ്ചകൾ നമ്മൾ കേട്ട് മറന്ന ഇനങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് തന്തവൈബിലേക്ക് പോവാണോ ആൾക്കാർ ഒരു കാലത്തുകൂടിയാണ്. കാരണം റാപ്പ് സോങ്സ് ഒക്കെ അത്ര വരുന്നത് കൊണ്ട്. അല്ല, നമുക്കേ അതെല്ലാം ഈ കാലം തിരിച്ചടിക്കുന്ന പറയാം. പണ്ട് അമ്മച്ചി എനിക്ക് ഡ്രസ്സ് എടുത്ത് തരുമ്പോൾ ഞാൻ പറയും ഇതൊന്നും ഈ ട്രെൻഡല്ല അമ്മച്ചി. അന്ന് ട്രെൻഡൊന്നും വാക്കില്ല, അമ്മച്ചി ഇതല്ല ഇപ്പോഴത്തെ ഫാഷൻ, നമ്മൾ അങ്ങനെ പറയുന്നത്. ഇതെല്ലാം അമ്മച്ചി ഫാഷനാക്കി ഉമ്മ ഈ പഴയതൊക്കെ പൊക്കി അങ്ങനെ പറയും. അപ്പോൾ അമ്മച്ചി കുറേ അമ്മച്ചിയുടെ ഇഷ്ടത്തിൽ കൊണ്ടുപോയിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അന്ന് പാൻസ് ഇടുന്നത്
എനിക്ക് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഞാൻ ഫാൻസ് കിട്ടത്തില്ല ഞാൻ പഠിക്കുമ്പോൾ. അപ്പം അമ്മച്ചി ഒരു പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എനിക്കൊരു നിക്കറും ഇവിടം വരെയുള്ള സോക്സും കൊണ്ടുവന്നു. ഷൂ ഒക്കെ ഇട്ടെന്നെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ വലിയ വഴക്കൊക്കെ ഉണ്ടാക്കി. അത് ഞാനതിപ്പോൾ അറിയുന്നത് എന്ന് വെച്ചാൽ അതിപ്പോൾ തിരിച്ചറിയുന്നത്, ഞാനിപ്പോൾ ഒരു ടീഷർട്ട് എടുത്താൽ, ഞാൻ ഷർട്ട് എടുത്താൽ എൻ്റെ വൈഫ് പറയും അവന്മാരത് ഇടത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നിട്ട് അപ്പോൾ പറയുന്നതാണ് അപ്പൻ തந்த വൈബാണ്, ഈ സാധനം അല്ല ഇപ്പം ഇടുന്നത്. നമ്മൾ വൃത്തിയും വെടിപ്പുള്ള സാധനം എടുക്കുമ്പോൾ അവന്മാർ ഈ 5 സ്ലീവ് അങ്ങനെ പറഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ ആരുടെയും ഇപ്പോൾ മോളുടെ ആണെങ്കിലും അവന്മാരുടെ ആണെങ്കിലും ഞാൻ ഡ്രസ്സിങ്ങിലൊന്നും ഇപ്പോൾ ഇടപെടത്തില്ല. നമ്മൾ പണ്ട് നമ്മൾ ഞാനിപ്പോൾ ആ സ്റ്റേജിലാണ്. അപ്പൊ ഈ തന്ത വൈബ് എന്നൊരു സംഭവം ഇപ്പൊ ഉണ്ട്. അവന്മാര് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ഷൂസ് ഒക്കെ എടുത്തു കൊടുക്കാന്ന് പറയുവേ, അപ്പൊ എന്നോട് പറയും കുഴപ്പമില്ല ആയിക്കോട്ടെ എന്ന് പറയും. 10 മിനിറ്റ് കഴിയുമ്പം അമ്മ അല്ലെ മോളങ്ങനെ പറഞ്ഞില്ല, അവന്മാര് വൈഫിനോട് സംസാരിക്കുന്നതാണ്. കുറച്ച് വൈഫ് എന്ന് പറയും അതെ നിങ്ങൾ ആ ക്യാഷ് അവന്മാർക്ക് ഇട്ട് കൊടുത്താൽ മതി, നിങ്ങൾ എടുക്കണ്ട. അപ്പൊ ഞാൻ തരുന്നത് നിങ്ങൾ ഒട്ടും അപ്ഡേറ്റ് അല്ല എന്നാ പറയുന്നത് പറയും. അപ്പൊ നമ്മൾ ആ അവസ്ഥയാണ് ഇപ്പൊ. നമ്മൾ കേൾക്കുന്ന പാട്ട് അവർ ആദ്യം പറയും, ഞാൻ ഈ വണ്ടിയെ വയ്ക്കുമ്പോൾ പാട്ട് ഓഫ് ചെയ്യാൻ പറ്റുമോ ചോദിക്കും. നമ്മൾ ഈ പഴയ ക്ലാസിക്കലൊക്കെ കേൾക്കുമ്പോൾ പറയും പാട്ട് ഓഫ് ചെയ്യാവോ. അവന്മാരെന്തൊരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരിക്കത്തുള്ളൂ. മോള് നന്നായിട്ട് പാടും, വൈഫ് നല്ലതായിട്ട് പാടും. പക്ഷെ അവർ പൊതുവെ അങ്ങനെ വണ്ടിയിലൊന്നും അങ്ങനെ പാട്ട് കേൾക്കത്തില്ല. എപ്പോഴാണ് കേൾക്കുന്നത് എനിക്കറിയില്ല. പുതിയ പാട്ടൊക്കെ അവർ അപ്ഡേറ്റഡ് ആണ്, എല്ലാ പാട്ടുകളും അറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും നമ്മുടെ പഴയ സർഗം ഭരതം ഇതൊക്കെ ഞാൻ രണ്ടിലെയും പാടി നോക്കാം. ഇത് നമ്മുടെ ഇതിലൊരു പാട്ടാണ്, വിഷ്ണു ലോകം എന്ന് പറഞ്ഞ ഇതിലെ പാട്ട്. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ കണ്ണീർ കയത്തിന്നക്കരയോരത്ത് ദൂരേക്കു ദൂരെ അമ്പിളിക്കൊമ്പത്ത് പൊൻതൂവൽ ചേലുണരാൻ കൂടെ പോരുന്നു. ഞാനും തന്ത വൈബിലേക്ക് പോയോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഈ പാട്ടുകൾക്കൊന്നും അങ്ങനെ ഒരു വൈബല്ല. എക്കാലവും എനിക്ക് തോന്നുന്നു ആ ഒരു ഫീലും അല്ലേ. നമുക്ക് അങ്ങനെ പാട്ടൊന്നും എനിക്ക് കിട്ടത്തില്ല. കിട്ടില്ല. അതിൽ ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സ് അതെല്ലാം എനിക്ക് തോന്നുന്നത് മനുഷ്യനുമായിട്ടും പ്രകൃതിയായിട്ടൊക്കെ ഇണങ്ങി സംഭവങ്ങളായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ദാസേട്ടനെ പോലെ ഒരു സിംഗറൊക്കെ ഇനി ഉണ്ടാവും. അതല്ല, ഇത്ര 10-60,000 പാട്ടുകളാണ് അദ്ദേഹം ഒരു ദിവസം തന്നെ. ഇപ്പൊ ഡേയ്സ് നോക്കുവാണെങ്കിൽ ഒരു ദിവസം തന്നെ ഇത്ര റെക്കോർഡിങ് നടത്തിയാൽ മാത്രമേ ഇത്ര സോങ്സ് ഒക്കെ വരുള്ളൂ. അതുപോലുള്ള സിംഗേഴ്സും അതുപോലുള്ള പാട്ടുകളും ഒക്കെ അല്ല അദ്ദേഹം ഈ പറഞ്ഞ ഈ എന്താണ് പ്രശസ്തിയുടെ കൊടുമുടി നിൽക്കുന്ന സമയത്തും എന്നും രാവിലെ സാധകം ചെയ്യാൻ മനുഷ്യൻ. ഭക്ഷണം പോലും ഈ സംഗീതത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം പുള്ളി കഴിക്കുന്നത്, പുള്ളിക്ക് ഇഷ്ടമുള്ള പുള്ളി കഴിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളൊന്നും ഇനിയും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെറിയൊരു വിജയം കാണുമ്പോൾ തന്നെ അപ്പോഴേ സെലിബ്രേറ്റ് ആ ഒരു മൂഡിലേക്ക് പോകുന്ന ആൾക്കാരാണ്. പറഞ്ഞ പോലെ ഇനിയൊരു AR റഹ്മാൻ, ഇനിയൊരു സച്ചിൻ ടെണ്ടുൽക്കർ, ഇനിയൊരു യേശുദാസ്, ഇനിയൊരു മോഹൻലാൽ, ഇനിയൊരു മമ്മൂട്ടി ഒന്നും ഇനിയും ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് കാണാനുള്ള ഭാഗ്യമുള്ളവരാണ്. ഇനിയുള്ള ജനറേഷൻ അങ്ങനെയുള്ള ആളുകളെ കാണത്തില്ല. ഇനിയും ഇതുപോലുള്ള വേഷങ്ങളിലൂടെ ഞങ്ങളിലേക്ക് എത്തുക. മിനിസ്ക്രീൻ പ്രേക്ഷകരെ എല്ലാവരും എന്റർടൈൻ ചെയ്ത് അല്ലെങ്കിൽ വില്ലത്തരം കാണിച്ച് നമ്മളെ അതും കാരണം അതൊരു നായകന്റെ ഒരു പോസിറ്റീവ് തന്നെയാണ്, അതും ഇഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പം അതുപോലെ എന്റർടൈൻ ചെയ്യിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.